2014 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർക്ക് 270ഓളം മത്സരങ്ങൾ പരുക്ക് മൂലം തന്നെ നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകകപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രേഡ് 2 ACL ഇഞ്ചുറി മറച്ചു വെച്ചിട്ടാണ് സാന്റോസ് കളിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് പ്രോബ്ലത്തിലായിരിക്കും. ഒരു പക്ഷേ അവസാന നിമിഷം നെയ്മർ ജൂനിയറെ സ്കൂളിൽ നിന്ന് മാറ്റും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മൊറോക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പോലും നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ പറ്റില്ല, അദ്ദേഹം ഫിറ്റായി വരില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നെയ്മർ ജൂനിയർ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് സ്കൂള് ഇത്തവണ ഉണ്ടായിരിക്കില്ല എന്ന് പരിശീലകനായിട്ടുള്ള ഡോൺ കാർലോ ആൻസലോട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെയ്മർക്ക് പരുക്കാണ്, ആയിക്കോട്ടെ, കുറച്ച് മത്സരത്തിന് അദ്ദേഹം കളിക്കാൻ കുറച്ച് മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ പറ്റത്തില്ലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നെയ്മർ പതിയെ കളിച്ചാൽ മതി. എന്തൊക്കെ വന്നാലും, ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി നണ്ടായി പിളർന്നു പോയാലും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് സ്കൂളിൽ നിന്നും തൽക്കാലം പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്ന് നെയ്മർ കളിച്ചോളും. വേൾഡ് കപ്പ് സ്കൂളിൽ നെയ്മർ ഉണ്ടായിരിക്കും. അപ്പം ബ്രസീലിന്റെ സുൽത്താൻ സാമ്പാ നൃത്ത ചുവടുകളുമായി ഇത്തവണ അമേരിക്കൻ മണ്ണിൽ ഇടിമുഴക്കം തീർക്കും. ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിഞ്ഞിട്ടായാലും ഏതായാലും നെയ്മറെ പുറത്താക്കിയിട്ട് ഒരു വേൾഡ് കപ്പ് സ്കൂൾ ഇത്തവണ ബ്രസീലിനില്ല. അത് ആൻസലോട്ടി ക്രിസ്റ്റൽ ക്ലിയർ ആക്കി.